ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ ജ്ഞാനത്തിന്റെ വചനത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യമാണ് പരിജ്ഞാനത്തിന്റെ വചനം, ദ വേർഡ് ഓഫ് നോളജ്. ഈ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും ഏറെക്കുറെ ഒരുമിച്ച് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പരിജ്ഞാനത്തിന്റെ വചനം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 2:12-13 വാക്യങ്ങളിൽ നമുക്ക് കാണാം. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിൽ 3 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ആത്മാവിനെ പ്രാപിച്ച അനുഭവം. അത് പരിശുദ്ധാത്മാ സ്നാനത്തോടുള്ള ബന്ധത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകിയത് അറിയാൻ തന്നിമിത്തം കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അത് പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ അത് പ്രസ്താവിക്കപ്പെടുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വിശ്വാസികളിലൂടെ സഭാ കൂടിവരവുകളിലാണ് പരിജ്ഞാനത്തിന്റെ വചനം നൽകപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുയേശുവിൽ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയുള്ള വിശാലമായ അറിവാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന അറിവ് പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ അത് പ്രസ്താവിക്കുന്നതാണ് പരിജ്ഞാനത്തിന്റെ വചനം എന്നതാണ്. നാം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഹോചരവുമാകുന്നു എന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. നാം കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ അവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും അവർ സമ്പന്നരായിരുന്നു എന്നാണ് 1 കൊരിന്ത്യ ലേഖനം 1:5 അവരുടെ ആരംഭ അവസ്ഥ പറയുന്നത്. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ഹോശയ്യ പ്രവചനം 4:6 നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ആ പരിജ്ഞാനം അതില്ല എങ്കിൽ ഇല്ലാത്തത് മുഖാന്തിരം എന്റെ ജനം നശിച്ചു പോകുന്നു. ഇന്ന് അനേകരുടെ നാശത്തിന് കാരണം ഈ പരിജ്ഞാനമില്ലായ്മയാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് ചിലപ്പോൾ അറിയുവാൻ പറ്റുന്നില്ല. ഒരു കുടുംബത്തിൽ എങ്ങനെ ഒരു ഭാര്യ, ഭർത്താവ് ഇവർക്ക് പരിജ്ഞാനത്തോടെ ഇടപെടണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അതിന്റെ ഫലമായിട്ട് ചില വാക്കുകളുടെ പേരിലായിരിക്കാം ആ കുടുംബജീവിതം തകർന്ന് കരിപ്പണമായി പോകുകയോ സൂയിസൈഡിലേക്ക് പോവുകയോ കൊലപാതകത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. ഇതിന്റെ മറ്റൊരു പകർപ്പാണ് സഭയിൽ നടക്കുന്നത്. ചിലപ്പോൾ പരിജ്ഞാനത്തോടെ ചില വാക്കുകൾ സഭയിൽ ഉച്ചരിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ സഭാശുശ്രൂഷകനിലൂടെ, ചിലപ്പോൾ വിശ്വാസികളിലൂടെ ആ സഭ കംപ്ലീറ്റ് ചിന്നാഭിന്നമായി പോകുന്നതും നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ കഴിയുന്ന വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യൻ ആ ദൈവിക പരിജ്ഞാനമില്ല, സ്വയപ്രശംസകള്, നിഗളങ്ങള് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ ശത്രു കടത്തിവിട്ടുകൊണ്ട് ഇന്ന് ലക്ഷ്യത്തിൽ നിന്ന് അനേകരെ തെറ്റിച്ചു കളയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചില കാലഘട്ടത്തിൽ ദൈവം ചിലർക്ക് പ്രവർത്തിപ്പാനായിട്ട് ചില അവസരം കൊടുത്തു കഴിഞ്ഞാൽ 4-5 വർഷത്തെ പ്രവർത്തനത്തിൽ
കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാർ പ്രവർത്തിച്ചതോ പണ്ടുള്ളവർ നടത്തിയതോ ആയ കാര്യങ്ങളെല്ലാം അവർ വിസ്മരിച്ചുകൊണ്ട് ആ 4-5 വർഷത്തെ ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടി അവരുടെ കാലത്താണ് ഈ പിതാക്കന്മാരുടെ കാലം മുഴുവനും നടന്നതായ വളർച്ചകളും നന്മകളും ഉണ്ടായത് എന്ന് കൊട്ടിഘോഷിച്ച് ചില റിപ്പോർട്ടുകളും അതേപോലെയുള്ളതാകുന്ന പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു. ചിലപ്പോൾ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു, അത് വലിയ തകർച്ചകൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ പരിജ്ഞാനമില്ലാത്തതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ആ ദൈവിക ജ്ഞാനം ഇല്ലാത്തതിന്റെ ആ ഫലമായിട്ട് അനേക ആ കുടുംബങ്ങൾ തകരുന്നു, സഭകൾ തകരുന്നു, ആത്മീക ഗോളം തകരുന്നു. ഇതെല്ലാം നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നതായ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ, യഥാർത്ഥമായ ദൈവിക പരിജ്ഞാനത്തിനു വേണ്ടി നാം വളരെയധികം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് ലോക വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, ബൈബിൾ കോളേജ് പഠനമോ ഡോക്ടറേറ്റോ എടുത്തത് കൊണ്ട് കാര്യമില്ല. ദൈവിക പരിജ്ഞാനത്തിനു വേണ്ടി ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ആ പരിശുദ്ധാത്മാവിലൂടെ അത് പ്രാപിച്ചെടുക്കുകയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരിജ്ഞാനത്തിന്റെ വചനത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ, ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ, ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ